നമസ്കാരം. CPO അതായത് സിവിൽ പോലീസ് ഓഫീസർ, WCPO വുമൺ സിവിൽ പോലീസ് ഓഫീസർ, ഈ പരീക്ഷകൾക്കായിട്ട് ഒരുപാട് ആളുകൾ തയ്യാറെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് കാണിക്കുന്ന ചില മണ്ടത്തരങ്ങളുണ്ട്, അല്ലെങ്കിൽ അബദ്ധങ്ങളുണ്ട്. ഈ അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും കാണിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്താണെന്നറിയാലോ? ഉറപ്പായിട്ടും ലഭിക്കുന്ന ഒരു ജോലി നമ്മുടെ കയ്യിൽ നിന്ന് അകന്നു പോകും. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം പഠിക്കുന്ന ആളുകൾക്ക് കായികക്ഷമതയും കൂടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലഭിക്കുന്ന ഒരു ജോലിയാണ് സിവിൽ പോലീസ് ഓഫീസറിന്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണിക്കുന്ന മണ്ടത്തരം എന്ത് എന്ന് ചോദിച്ചാൽ, അറിവുണ്ട് പക്ഷെ തിരിച്ചറിവില്ലാതെ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ കാരണമാണ് നമുക്ക് റാങ്ക് പട്ടികയിലെത്താൻ സാധിക്കാതിരിക്കുന്നത്. അതിലെല്ലാവരും കാണിക്കുന്ന ഒരു മഠയത്തരം അല്ലെങ്കിൽ മണ്ടത്തരം എന്ന് പറയുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ IPC മാറി BNS വന്നു, ഭാരതീയ ന്യായ സംഹിത വന്നു. CRPC അതായത് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ മാറിയിട്ട് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നുള്ള BNSS വന്നു. ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറയുന്ന ആക്ട് മാറിയിട്ട് ഭാരതീയ സാക്ഷി അധിനിയം വന്നു. അപ്പോൾ ഈ പുതിയതായിട്ട് വന്നിട്ടുള്ള ഈ നിയമക്രമങ്ങൾ പഠിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു പ്രയാസകരമായ കാര്യത്തെക്കുറിച്ച് ഓർത്താണ് ഈ കുട്ടികളെല്ലാവരും തന്നെ ടെൻഷൻ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിവിൽ പോലീസ് ഓഫീസറുടെ നോട്ടിഫിക്കേഷൻ വന്നതിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ ഇവർ ആരംഭിച്ചിരിക്കുന്ന പഠനം എന്ന് പറയുന്നത് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഇവർ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്. സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മൾ എത്ര ഗാഠമായി പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പരീക്ഷാ സമയത്ത് ചോദ്യപേപ്പറിൽ കാണുമ്പോൾ നമ്മൾ മറന്നുപോകും. പിന്നെ ഓർക്കേണ്ടുന്ന മറ്റൊരു കാര്യം, സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് എത്ര മാർക്കിനാണ് ഉള്ളത്? 20 മാർക്കിന്. അതിൽ തന്നെ ഒരു 6 മാർക്കിനോളം വരുന്നത് നമുക്കറിയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിലെന്തെന്ന് വെച്ചാൽ, നമ്മുടെ ബാലാവകാശവുമായി ബന്ധപ്പെട്ടുള്ള പോക്സോ കേസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതേപോലെ സൈബർ ക്രൈംസിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള, സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള, IT-യുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു കോമൺ ട്രാക്ക് ആണ്. അങ്ങനെ നോക്കിയാൽ ഇത് 15 മാർക്ക് മാത്രമേ നമ്മൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുള്ളൂ. 85 മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് പരിചിതമായ മേഖലയിൽ നിന്നാണ്. സാധാരണഗതിയിൽ CPO സിവിൽ പോലീസ് ഓഫീസറിന്റെ പരീക്ഷയ്ക്ക് ഒരു 55% മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരാൾക്ക് കായിക ക്ഷമത കൂടി ഉണ്ടെങ്കിൽ 100% അയാൾക്ക് ജോലി ഉറപ്പാണ് എന്ന വസ്തുത മറന്നുകൊണ്ട് ആണ് പല ആൾക്കാരും ഇപ്പോൾ ഏത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ CPO എന്ന പരീക്ഷയ്ക്കുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്പെഷ്യൽ ടോപ്പിക്ക് എത്ര പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പരീക്ഷാ സമയമാകുമ്പോൾ ഇത് മറക്കുന്നതുകൊണ്ട് വീണ്ടും അതൊന്നുകൂടി പഠിക്കേണ്ടതായ സാഹചര്യം ഉണ്ടാകും. നേരെ മറിച്ച് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, 85 മാർക്കിന്റെ ടോപ്പിക്ക് വെടിപ്പായിട്ട് പഠിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെയോ ആ 15 മാർക്കിന്റെ ടോപ്പിക്ക് പഠിക്കാനായിട്ട് ഒരു 15 ദിവസം നീക്കി വെക്കുക. അതായത് നമുക്ക് ഹാൾ ടിക്കറ്റ് നമ്മുടെ പ്രൊഫൈലിൽ വന്നു കഴിയുന്ന സമയം മുതൽ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കാനായിട്ട് തുടങ്ങുന്നതായിരിക്കും ഉത്തമം. കാരണം ആ സമയം, അവസാന സമയത്ത് CPOയുടെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഓർമ്മയിൽ നിൽക്കും. നമ്മൾ ആദ്യം ഒരുപാട് സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാലും അവസാനമാകുമ്പോൾ നമ്മളത് മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റു പല പരീക്ഷകളും എഴുതുന്ന ആളായതുകൊണ്ട്, അതായത് 10th ലെവൽ മെയിൻസ്, ഡിഗ്രി ലെവൽ പ്രിലിംസ്, അതേപോലെ മറ്റ് ഇതര +2 ലെവൽ പരീക്ഷകൾ, യൂണിഫോം തസ്തികകളിലേക്കുള്ള പരീക്ഷകളൊക്കെ എഴുതുന്ന ആളായതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന മേഖല എന്ന് പറയുന്നത് 85 അല്ലെങ്കിൽ 80 മാർക്കിനോളം വരുന്ന ജനറൽ ടോപ്പിക്കിനാണ്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് പഠിക്കുന്നതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക എന്നതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മണ്ടത്തരം എന്ന് പറയുന്നത്, അതായത് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ പുറകെ ഇപ്പോഴേ ഇരിക്കുക എന്ന് പറയുന്ന മണ്ടത്തരം 99% ഉദ്യോഗാർത്ഥികളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് വ്യത്യസ്തമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, വ്യത്യസ്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ മറികടന്ന് 100% റാങ്ക് പട്ടികയിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഓൾ ദ ബെസ്റ്റ്.